സംഗതി രണ്ട് സിനിമകളും ഏതാണ്ട് അടുത്തടുത്ത് ഇറങ്ങിയത് പൂർണ്ണമായും യാദൃശ്ചികമാണെങ്കിലും ഏറ്റവും പുതിയ ഹിന്ദി സിനിമയായിട്ടുള്ള ധാമയും ഈ അടുത്ത് വന്ന ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്ന ഏറ്റവും വലിയ മലയാളം ബ്ലോക്ക് ബസ്റ്ററായ ലോകയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കെട്ടുകഥകൾ പോലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യത്തെ പുതിയ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന തീം ഈ രണ്ട് സിനിമകളിലും ഉണ്ട്. ലോക കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നടക്കുമ്പോൾ മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സ് സിനിമകൾ കോമഡിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സ്വഭാവവും ആ ഒരു രീതിക്കാണ്. സ്റ്റോറി ആർക്ക് പൊതുവെ ജനറിക് ആയിട്ട് പോകുന്ന ധാമയിലെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഡയലോഗ് ഹ്യൂമറും കാര്യങ്ങളുമാണ് വലിയ ബോറല്ലാതെ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫ്രാഞ്ചൈസിന് ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കൊടുക്കാനോ ക്രിയേറ്റീവായിട്ട് പുഷ് ചെയ്യാനോ സാധിക്കാത്തൊരു സിനിമയാണ് ധാമ. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ് നമ്മുടെ നായകനായിട്ടുള്ള ആലോക്. ഫേക്ക് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറി റിപ്പോർട്ടുകൾ ഉണ്ടാക്കി നാലാള് കാണാൻ നോക്കുന്നത് പാളിപ്പോയപ്പോൾ ഇന്റർനെറ്റിൽ പുള്ളി എയറിൽ പോയി. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുഹൃത്തുക്കളുടെ കൂടെ ട്രക്കിങ്ങിന് പോയപ്പോൾ കാട്ടിൽ വെച്ച് പുള്ളിയെ ഒരു കരടി പിടിച്ചു. ആ ഒരു അവസ്ഥയിൽ നിന്ന് പുള്ളിയെ രക്ഷിക്കുന്നത് താഡ്ക എന്ന യുവതിയാണ്. ഈ ഒരു കണ്ടുമുട്ടലിന് ശേഷം ആലോകിന്റെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ധാമ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകയെ പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ സിനിമ കാണുക എന്ന് പറയുന്നത് സ്വല്പം ബുദ്ധിമുട്ടാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി രക്തം നോക്കി പോകുന്ന സീനും അതുപോലെ താഡ്കയുടെ ശരിയായ രൂപം കാണുമ്പോൾ ആലോക് ഞെട്ടുന്ന സീനും ഒക്കെ ഏതാണ്ട് ലോകയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒന്നാമത്തെ സ്ത്രീ സിനിമ ഒഴികെ ഒരുവിധം ഈ യൂണിവേഴ്സിലെ സിനിമകളുടെ ഒക്കെ എഴുത്തിൽ പങ്കാളിയായിട്ടുള്ള നിരേൻ ഭട്ട് ആദ്യത്തെ മൂവിക്ക് ഉണ്ടായിരുന്ന ചില സോഷ്യോ പൊളിറ്റിക്കൽ പ്രത്യേകതകൾ അല്ലറ ചില്ലറയായിട്ട് എല്ലാ സിനിമകളിലും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. സംഭവം ഹൊറർ കോമഡി ആയിരുന്നെങ്കിലും സ്ത്രീകളോട് പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നാട്ടുനടപ്പുകളെ വിമർശിച്ച ഒരു ലെയർ കൂടി ഒന്നാമത്തെ സ്ത്രീ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ പിന്നീട് വന്ന ഓരോ സിനിമകളിലൂടെയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാമയിലേക്ക് വരുമ്പോൾ പരസ്പരം കൊല്ലുന്ന ഒരേയൊരു വിഭാഗമായിട്ട് മനുഷ്യഗണത്തെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ബേതാൾ എന്ന താഡ്കയുടെ സ്പീഷീസ് എന്തുകൊണ്ട് മനുഷ്യന്മാരുടെ രക്തം കുടിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ കമന്ററി സ്വഭാവമുണ്ട്. ഈ യൂണിവേഴ്സിലെ സിനിമകളുടെ പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ സെല്ലിംഗ് പോയിന്റ് അതിന്റെ ഹ്യൂമർ തന്നെയാണ്. ധാമയിലേക്ക് വരുമ്പോഴും ഡയലോഗ് ഹ്യൂമറുകൾ തന്നെയാണ് അതിനെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാക്കി മാറ്റുന്നത്. സിനിമയിൽ ഒരു ഘട്ടത്തിൽ ജന എന്ന ക്യാരക്ടർ ആലോകിനെ കാണുമ്പോൾ ബിട്ടു ആണെന്ന് വിചാരിക്കുന്ന രസകരമായിട്ടുള്ള ഒരു സീനുണ്ട്. ആലോകിനെ അവതരിപ്പിക്കുന്നത് ആയുഷ്മാൻ ഖുറാനയും സ്ത്രീയിൽ ബിട്ടുവിനെ അവതരിപ്പിച്ചത് ആയുഷ്മാന്റെ സഹോദരനായ അപാർ ശക്തി ഖുറാനയുമാണ്. സ്പോട്ടിൽ ഉണ്ടാക്കിയതാണോ എന്നറിയില്ല, എന്നാലും വരുൺ ധവന്റെ വെപ്പ് താടിയും ആയുഷ്മാന്റെ ഡ്രാക്കുള കോട്ടും റെഫർ ചെയ്തുകൊണ്ടുണ്ടാക്കിയ വോൾവറൈൻ ഡ്രാക്കുള ഡയലോഗ് രസകരമായിരുന്നു. ഇങ്ങനത്തെ സെൽഫ് അവെയർ തമാശകൾ വർക്കാകുമ്പോൾ കുറെ സ്ഥലത്ത് തമാശകൾ അവർ കുത്തി നിറയ്ക്കാൻ നോക്കുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖി അവതരിപ്പിക്കുന്ന യക്ഷസൻ എന്ന കഥാപാത്രത്തിന് ഇംഗ്ലീഷ് അറിയാമെന്നത് നല്ലൊരു കൊമേഡിക് ആയിട്ടുള്ള ഐഡിയയാണ്. പക്ഷെ അതിനെ ഓവർ യൂസ് ചെയ്ത് കുളമാക്കുന്നുണ്ട്. പരേഷ് റാവലുള്ള ട്രാക്കും കോമഡിക്ക് വേണ്ടി എഴുതി ചേർത്തിട്ടുള്ളതാണ്. അതിലെ ചില സംഭവങ്ങൾ വർക്കാകുന്നുണ്ടെങ്കിലും കഥ മുന്നോട്ട് പോകുന്തോറും ആ കഥാപാത്രവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന തമാശകളുമെല്ലാം കോർ പ്ലോട്ടിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മൂഞ്ച സംവിധാനം ചെയ്തിട്ടുള്ള ആദിത്യ സർബോദ്ദർ ഒരുക്കിയിട്ടുള്ള ഈ സിനിമയിൽ ഫോർഷാഡോയിങ് ഒക്കെ വളരെ ഒബ്വിയസ് ആയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചില ഡെവലപ്മെന്റുകൾ നടക്കുമ്പോൾ നമുക്ക് വലിയ ഞെട്ടലുകളൊന്നും തോന്നില്ല. ട്രെയിലർ കണ്ടപ്പോൾ യക്ഷസൻ എന്ന കഥാപാത്രത്തിന് ഒരു ഗംഭീര ചരിത്രം ഉണ്ടാകുമെന്നും അതായിരിക്കും സിനിമയുടെ പ്ലോട്ടിനെ നിർണ്ണയിക്കുക എന്നുമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അങ്ങനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഒന്നാമത്തെ സ്ത്രീ മൂവിയിൽ ഒരു ഐറ്റം സോങ്ങിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ സിനിമ പറയാൻ ശ്രമിക്കുന്ന കാര്യത്തിനും ആ പാട്ടിന്റെ അവസാനം നടക്കുന്ന സംഭവത്തിനും ഒരു ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ധാമയിലേക്ക് വരുമ്പോൾ ഒരു കാര്യവുമില്ലാതെയാണ് ഇതിലെ 3 ഐറ്റം നമ്പറുകൾ കയറി വരുന്നത്. സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള സിനിമ ചെയ്ത് ഫ്രാഞ്ചൈസ് തുടങ്ങിയിട്ട് ഇന്ന് ആ ഫ്രാഞ്ചൈസിലെ സിനിമകൾ നാട്ടുകാർ കാണാൻ വേണ്ടി സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന 3 പാട്ടുകൾ ഒരു പടത്തിലേക്ക് കുത്തിക്കയറ്റുക എന്ന് പറയുന്നത് വല്ലാത്തൊരു വിരോധാഭാസമാണ്. സ്ത്രീയുടെ IP റൈറ്റ്സ് വിട്ടുകൊടുക്കേണ്ടി വന്ന രാജും DKയും മൂലക്കിരുന്ന് ചിരിക്കുന്നുണ്ടാവും. വിഷ്വൽ എഫക്ട്സ് നിലവാരം തരക്കേടില്ല എന്ന് തോന്നി. പക്ഷെ പലപ്പോഴും കഥാപാത്രങ്ങൾ ഹൈ സ്പീഡിൽ പോകുന്നതും പാരബോളിക് ആയിട്ട് ചാടുന്നതും ഒക്കെ കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഡൈനാമിക്സ് അങ്ങോട്ട് ശരിയാകുന്നില്ല. ആയുഷ്മാൻ ഖുറാനെ ചെയ്യുന്ന തരം കഥാപാത്രങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ആലോക്. ആയുഷ്മാന്റെ സ്ഥിരം ശൈലി ഈ സിനിമയിലെ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിന് ധാരാളമാണ്. രശ്മിക അവതരിപ്പിക്കുന്ന താഡ്ക എന്ന കഥാപാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. നാട്ടിലുള്ള ആലോകിനെ കണ്ടിട്ട് വണ്ടർ അടിച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ രശ്മിക നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹിന്ദി പറയുമ്പോൾ ആക്സന്റ് ഒരു പ്രശ്നമാകുന്നുണ്ട്. തുടക്ക ഭാഗങ്ങളിലൊക്കെ 1-2 വാക്കുകൾ പറയുന്ന രീതിയിലുള്ള ഡയലോഗുകളേ ഉള്ളൂ. എന്നാൽ ക്ലൈമാക്സിനടുത്തേക്ക് വരുമ്പോൾ നീളമുള്ള ഡയലോഗുകൾ പറയുമ്പോൾ ആക്സന്റ് വളരെ എവിഡന്റ് ആയ ഒരു കല്ലുകടി ആകുന്നുണ്ട്. സംശയാലുവായ അച്ഛൻ കഥാപാത്രത്തെ പരേഷ് റാവൽ തന്റെ സ്വന്തം ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖിയെ ഈ പടം മെയിൻ വില്ലൻ എന്ന് പറഞ്ഞ് വേസ്റ്റ് ആക്കി എന്നാണ് എനിക്ക് തോന്നിയത്.
യക്ഷസൻ എന്ന കഥാപാത്രം ഒരുതരം ജോക്കറായി ഒതുങ്ങി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. വെപ്പ് താടിയും വെച്ച് വരുൺ ധവൻ ഭാസ്കർ ദ ബേഡി ആയിട്ട് വരുന്നുണ്ട്. മൂഞ്ചയിൽ നിന്ന് സത്യരാജും സ്ത്രീയിൽ നിന്ന് അഭിഷേക് ബാനർജിയും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ഈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന സിനിമകളുടെ കാര്യം നോക്കുമ്പോൾ 2 മഹായുദ്ധ ഫിലിംസ് വെച്ചിട്ടാണ് ഇത് മൊത്തം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് പ്രൊഡ്യൂസറായിട്ടുള്ള ദിനേശ് വിജയൻ പറഞ്ഞിട്ടുണ്ട്. സംഗതി മാർവൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഏറെക്കുറെ അതേപോലെ ആവർത്തിക്കാൻ നോക്കുകയാണിവർ. നിലവിൽ MCU പടങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതും കൂടി MHCU മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സ് പടങ്ങളുടെ അണിയറ പ്രവർത്തകർ പഠിക്കുന്നത് നല്ലതായിരിക്കും. സ്ത്രീ യൂണിവേഴ്സിലെ ബാക്കി പടങ്ങളിൽ ചിലതൊന്നും അതിഗംഭീരം എന്നൊന്നും പറയത്തക്കതല്ലെങ്കിലും ധാമയിലേക്ക് വരുമ്പോൾ ഒരുമാതിരി അൽഗോരിതം ജനറേറ്റഡ് സ്ക്രിപ്റ്റ് പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്തിരി കോമഡി ഡയലോഗുകളിലൂടെ ഫോർഷാഡോയിങ്, 3 ഐറ്റം നമ്പർ, 2 ഫൈറ്റ്, അങ്ങനെ ഒരു 2.5 മണിക്കൂർ തികക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സ്കെയിൽ കൊണ്ടല്ല സ്ത്രീ എന്ന സിനിമ ജയിച്ചത്. സാമാന്യം റെലവൻറ്റും ഡ്രമാറ്റിക്കുമായിട്ടുള്ള ഒരു ഐഡിയയെ സറ്റയറിൻ്റെയും സ്പൂഫിൻ്റെയും ഒരു മിക്സാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവതരിപ്പിച്ചതുകൊണ്ടായിരുന്നു ആ സിനിമ ജനശ്രദ്ധ നേടിയത്. തിയേറ്ററിനകത്ത് ഒരു കൂട്ടച്ചിരി സൃഷ്ടിക്കാനുള്ള ഫയർ തിരക്കഥയിലില്ലെങ്കിൽ ചുമ്മാ ബഡ്ജറ്റ് വലുതാക്കിയിട്ട് കാര്യമില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്